ആദ്യഘട്ട സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കായി കോൺഗ്രസ് നേതാക്കൾ നാളെ ഡൽഹിക്ക് പറക്കും. KPC പ്രസിഡന്റ് സണ്ണി ജോസഫ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്നിവരാണ് ഡൽഹിയിലേക്ക് പോകുന്നത്. സ്ക്രീനിംഗ് കമ്മിറ്റി അംഗങ്ങളുമായി ഇവർ ചർച്ച നടത്തും. ശ്രീജിത്ത് വാർത്തയുടെ കൂടുതൽ അപ്ഡേറ്റുമായി തിരുവനന്തപുരത്ത്. പറയൂ ശ്രീജിത്ത്. SKN, ഗുഡ് മോർണിംഗ്. കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക വളരെ വേഗത്തിൽ പ്രഖ്യാപിക്കാനുള്ള ഒരുക്കത്തിലാണ് കോൺഗ്രസ് നേതാക്കൾ. നേരത്തെ ഒരു ഘട്ടത്തിലുള്ള ചർച്ചകൾ പൂർത്തീകരിച്ചിരുന്നു. പിന്നീട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നീണ്ടുപോകുന്നതുകൊണ്ടാണ് അത് മാറ്റിവെച്ചത്. ഇതിനിടയ്ക്ക് സ്ക്രീനിംഗ് കമ്മിറ്റി അധ്യക്ഷനായ മസൂദ് മിശ്രയ്ക്ക് വ്യക്തിപരമായ ചില അസുഖങ്ങൾ ഉണ്ടായി, അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി. അതുകൊണ്ടാണ് കഴിഞ്ഞ ഫെബ്രുവരി 23 നടക്കാനിരുന്ന കേന്ദ്ര ഇലക്ഷൻ കമ്മിറ്റി മാറ്റിവെച്ചത്. എന്തായാലും ഇപ്പോൾ നാളെ വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ ചർച്ചകളുണ്ട്. ചർച്ചകൾക്കായി പ്രതിപക്ഷ നേതാവ് VD സതീശനും KPC അധ്യക്ഷൻ സണ്ണി ജോസഫും നാളെ ഡൽഹിയിലെത്തും. ഹൈക്കമാൻഡ് പ്രതിനിധികളുമായും ഒപ്പം തന്നെ ഈ സ്ക്രീനിംഗ് കമ്മിറ്റി അധ്യക്ഷൻ മസൂദ് മിശ്രി അടക്കമുള്ളവരുമായും ചർച്ച നടത്തും. ആദ്യഘട്ടത്തിൽ 35 മുതൽ 40 സീറ്റുകൾ വരെയുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. 22 സിറ്റിംഗ് MLA-മാരിൽ വീണ്ടും മത്സരിക്കാൻ അനുമതി നൽകുന്ന 20 സിറ്റിംഗ് MLA-മാരുടെ പ്രഖ്യാപനവും ഈ ആദ്യഘട്ട പട്ടികയിൽ ഉണ്ടാകും. എന്തായാലും ഈ ഇലക്ഷൻ പ്രഖ്യാപനത്തിനൊപ്പം തന്നെ ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പെട്ടെന്ന് തന്നെ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ രംഗത്ത് മേൽക്കൈ നേടുന്നതിനാണ് ഇപ്പോൾ കോൺഗ്രസ് ആലോചിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.